مرحبا 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 مرحبا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഈ നൗഷാദിനും ഈ അൻവരിക്കും ഈ കുഞ്ഞേമീനൊക്കെ പരിപാടി വെക്കാനും അതേമാതിരി പെർമിറ്റ് എടുത്തെടുക്കാനും ഓൾക്ക് ഓശാന പാടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഓല് അറിയാത്ത കുറേ സത്യങ്ങളുണ്ട്. മനസ്സിലായോ? ഇവർ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളും കള്ളവാദങ്ങളും ഇത് ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് മാത്രമല്ല അത് ചെന്നെത്തുണ്ട്. ഓരോ ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നതും തരം താഴ്ത്തുന്നതൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ജീവിച്ചിരിക്കുന്നവരും അതുപോലെ വഫാത്തായിപ്പോയവരുമായ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കും അത് തട്ടുണ്ട്. അത് ഇവനെ ഓശാന പാടുന്നവർക്ക് അത് അറിയണില്ല. മനസ്സിലായോ? അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. എന്നിട്ട് അതിന് നൗഷാദ് ഇങ്ങനെ മറുപടി പറഞ്ഞു കാണിച്ചു തരാം. സത്യത്തിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇനി ആരെങ്കിലും ഓനക്ക് വെള്ള പൂശിയ ഓശാന പാടെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഓൻ പറഞ്ഞിട്ട് ഹക്കുണ്ട് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലിപ്പുകളൊക്കെ ഒന്ന് കണ്ടോളി, എന്നാൽ മനസ്സിലാകും ഓലെ ഈ കാപ്പട്യം മനസ്സിലാക്കിക്കോളി. അതിന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ആദ്യം ഒരു ക്ലിപ്പ് ഞാൻ ഇടും, അതിനിങ്ങനെ മറുപടി വ്യക്തമായിട്ട് നൗഷാദ് ഇങ്ങനെ പറയും. ഓനെക്കൊണ്ട് നമ്മൾ പറയിപ്പിച്ചു. ഓൻ മൂടി വെച്ച സംഗതിയാണത്. ഒന്നൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ കാണായിട്ട് രണ്ടായാലും നമ്മളിപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടോ? ഇല്ല. ഒരു വിഭാഗം പണ്ഡിതന്മാരെ മാത്രം ഇങ്ങനെ ആക്ഷേപിക്കുക, മറ്റൊരു മറുവശത്തുള്ളവർ അതേ വാദം പറഞ്ഞ പോലെ വെള്ളപൂശി സുന്യാന്നും പറഞ്ഞ് നടക്കുക. മനസ്സിലാക്കി? അതൊന്ന് കണ്ടു നോക്കി. സിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായി അറിയപ്പെടുന്ന മഹാനരായ ഖാജാ മഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇങ്ങനെയുള്ള മഹാന്മാരുടെ വഴിയിൽ ലോകത്ത് ജീവിച്ച ഒരു വലിയ മഹാനെ സംബന്ധിച്ച് ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അബദ്ധമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. സാധാരണക്കാരന്റെ നിയമം അസാധാരണക്കാരായ ആളുകൾക്ക് ചുമത്തിയിട്ട് അവരുടെ ശരീഅത്ത് അളക്കാൻ പോയി അത് വിരുദ്ധമാണെന്ന് കാണുമ്പോൾ അവരെ മസ്താനും അതുപോലെ തന്നെ മജ്ദൂബുമൊക്കെയാക്കുന്നത് വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. മഹാനായ ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ് അവരുടെ ദുഹൂദിന്റെ രൂപവും അത് പ്രകടമാകുന്നത് എങ്ങനെ എന്നൊക്കെ പറയേണ്ടത് അവരാണ്. എത്രയോ ആളുകളോട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന 50 ആളെങ്കിലും നമുക്ക് ഹാജരാക്കാൻ പറ്റും. മഹാനായ ശൈഖുനാ മടവൂർ തീർത്തു പറഞ്ഞു, ലാ ജദ്ബ ഫിയ്യ, എന്നിൽ ജദ്ബില്ല. എനിക്ക് മാത്രമല്ല എന്റെ അഹലുകാർക്കും ജദ്ബില്ല. ജദ്ബ് എന്ന് പറയുന്ന അവസ്ഥ തക്റ് അഥവാ മസ്തിന്റെ ആദ്യഘട്ടമാണ്. ആ ജദ്ബ് തന്നെ എനിക്കില്ല എന്ന് മഹാനായ ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരുപാട് ആളുകളോട് പറഞ്ഞു. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം, സിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. മഹാനരായ ശൈഖുനാ മടവൂർ ഇവരെ ഇട്ട് പറഞ്ഞതാണ് എത്രയോ ആളുകളോട്. ഈ വിഷയം വന്നപ്പോൾ തന്നെ ജദ്ബ് പോലും ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും വലിയ പദവിലാണ് അവർ ജീവിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. സിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്.
മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജ്ദൂബ് ജദ്ബിൻ്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. മനസ്സിലാക്കണം. ഒരിക്കൽ ശംസുൽ ഉലമ കടന്നു വരുന്നു ശൈഖുനാ സിഎം വലിയുള്ളാഹിയുടെ അടുത്തേക്ക്. കടന്നു വന്ന ഉടനെ തന്നെ ആദ്യം തന്നെ പറയാൻ തുടങ്ങി, എനിക്ക് ജദ്ബില്ല, ഒന്നും ചോദിക്കാതെ അങ്ങോട്ട് പറയാൻ തുടങ്ങി ഒരുപാട് തവണ. അവസാനം ശംസുൽ ഉലമ പരസ്യമായി തന്നെ അതിനുശേഷം അവിടത്തേക്ക് ജദ്ബില്ലെന്നും അവിടത്തേക്ക് മസ്തില്ലെന്നും ആ ഹദറത്തിലുള്ള ഒരു പൂച്ചയെപ്പോലും ആക്ഷേപിച്ചു പോയാൽ ഭയപ്പെടണമെന്നൊക്കെ അവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ മൂപ്പര് ചെറുശ്ശേരിനെ പഠിപ്പിച്ച, ചെറുശ്ശേരി ശംസുൽ ഉലമനെ കണ്ട ആളല്ലേ, ചെറുശ്ശേരി സി എം വലിയുള്ളാഹിനെ കണ്ട ആളല്ലേ, ചെറുശ്ശേരി നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. പറഞ്ഞെടുക്കുക ഓരോ ആൾക്കാരോട് ചെറുശ്ശേരി പറഞ്ഞത് തെറ്റാന്ന്. നിങ്ങളെ ചെറുശ്ശേരി പ്രസംഗിച്ചതും എഴുതിയതും ഈ പ്രസംഗിച്ചത് തെറ്റാണ് എന്ന് മൂപ്പര് അനുയായികളെ വിളിച്ച് പൊതു സ്റ്റേജിൽ വെച്ചിക്കാണ്ട് ക്ലിപ്പ് ഇട്ടുകാണ്ട് പറഞ്ഞെടുക്കാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾ? അൻവരിക്കും കുഞ്ഞമീനും എനിക്കൊക്കെ നൗഷാദേ ഉണ്ടോ? ഇതവിടെ മൂടിയൊക്കെ അല്ലേ. എന്നിട്ട് വേറെ പണ്ഡിതന്മാരെന്തെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അത് കോൽമ കുത്തിയിട്ട് നാട്ടിൽ ഫിത്തിനും ഫസാദ് ഉണ്ടാക്കുക. അത് നടക്കൂല കേട്ടോ. ഈ സൂൽ ഖാത്തിമത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇപ്പം ഇജ് പറഞ്ഞല്ലോ ശംസുൽ ഉലമ അങ്ങനെ പറഞ്ഞിരിക്കണമെന്നുള്ളേ. ആ പറഞ്ഞതിലിപ്പം ചെറുശ്ശേരി പെടുവല്ലേ ഒന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? ഞങ്ങളോട് കളി ഞങ്ങളോട് വേണ്ട മക്കളെ. ഞങ്ങളെ ഉസ്താദന്മാരായിട്ട് കളിച്ചാൽ കളി ഞങ്ങൾ പഠിപ്പിച്ചു. ഇനി എത്ര ക്ലിപ്പ് വരാണ്ടെങ്കിൽ ഞാൻ എനക്കുണ്ട്, എൻ്റെ സൂഫി സംഗീതത്തിനുണ്ട്, ഇവരെ കൊണ്ട് ഞാൻ മറുപടി പറയിച്ചിട്ടുണ്ട്. കേട്ടോളേണ്ടി എൻ്റെ സൂഫി സംഗീതം ഉണ്ടല്ലോ, കുഞ്ഞമ്മീൻ്റെയും നൗഷാദിൻ്റെയും അൻവരിൻ്റെയും നിങ്ങളെ ഷെയ്ഖിൻ്റെ ഒക്കെ സൂഫി സംഗീതം, അതിന് നിങ്ങളെ ഈ പറഞ്ഞ ടീമെന്നെ മറുപടി പറയുന്നുണ്ട്. ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. നല്ല ഫിറ്റാവും. കേട്ടോളി ഇതിൻ്റെ ക്ലിപ്പൊക്കെ.